അരക്കണനാ. വേഗം തുറന്നു. നിങ്ങളാരാ? ഞങ്ങൾ ആരാന്ന് നീ ഒന്നും അറിയണ്ട. മര്യാദക്ക് തുറന്നുവിടാൻ. അങ്ങനെ ആരെങ്കിലും ഒന്ന് പറയുമ്പോ തുറന്നു വിടുന്ന ആളല്ല, അവനെ ലോക്കപ്പ് ചെയ്തിരിക്കുന്നത്. നിന്നെയൊക്കെ ഒതുക്കാനൊക്കെ ഒന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഗുഡ് മോർണിംഗ് സർ. എന്താ? ഞങ്ങൾ അഡ്വക്കേറ്റ് വിശ്വനാഥിന്റെ ജൂനിയേഴ്സാണ്. കോടതി ഇവർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഇതാ. തുറന്നു വിട്. സാറേ, ഇവന്മാരെ തുറന്നു വിടറോ. അവന്റെ ഒരു ബെയില്. വണ്ടിയിലേക്ക് കയറാം.
ഭക്തജനങ്ങളെ, ദയവ് ചെയ്ത് തള്ളിക്കയറരുത്. നമുക്കേവർക്കും ആരാധ്യനായ സ്വാമിജിയുടെ പേരിൽ ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. സ്വീകരണ കമ്മിറ്റിയിൽ നിന്നും അപ്പോയിന്റ്മെന്റ് വാങ്ങിയിട്ടുള്ളവർ മാത്രം മുന്നോട്ട് വരിക. ഹരി 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 ഓം ഹരി ഹരി ഓം ഹരി. സ്വാമിജി, വിദേശ യാത്ര കൊണ്ട് അങ്ങ് ലോകത്തിന് നൽകിയ മെസ്സേജ് എന്താണ്? സർവ സാഹോദര്യം, സമത്വം, സമാധാനം, സർവോപരി ഭാരതത്തിന്റെ പാരമ്പര്യത്തിലേക്ക് ലോകശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി നമ്മാലാവുന്നതെല്ലാം ചെയ്തു. സ്വാമി ഏതെല്ലാം രാജ്യങ്ങൾ സഞ്ചരിച്ചു? പടിഞ്ഞാറൻ യൂറോപ്പ് മുഴുവൻ. സ്വാമിജിയുടെ പേരിലുള്ള ധർമ്മസ്ഥാപനങ്ങൾ, കോളേജുകൾ. എക്സ്ക്യൂസ് മീ, സ്വാമിജി പ്രസ് കോൺഫറൻസിന് പ്രത്യേക സമയം ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. നഗരസഭാ ഹാളിൽ നമ്മുടെ ഗീത. മേ ഗോഡ് ബ്ലെസ്. ശരി സ്വാമിജി, ഫ്ലൈറ്റിലും ട്രെയിനിലും ഒക്കെ പോകേണ്ടവർ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു. വരട്ടെ. സ്വാമിജി, അങ്ങ് സ്റ്റേറ്റ് ഗസ്റ്റ് ആയതുകൊണ്ട് സെക്യൂരിറ്റിക്കാർ നാളത്തെ പ്രോഗ്രാം അറിയാൻ ആഗ്രഹിക്കുന്നു. ആരാണ് ചീഫ്? DSP ബാലചന്ദ്രൻ. നമുക്കല്പം വിശ്രമം വേണം. DSPയെ മുകളിലേക്ക് വരാൻ പറയും. എന്താ പ്രത്യേകിച്ച്? സെക്യൂരിറ്റി എങ്ങനെ വേണമെന്ന് സ്വാമിജിയോട് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. മിസ്റ്റർ ബാലചന്ദ്രൻ, അമ്മയെ സ്നേഹിക്കാൻ ജനങ്ങളുള്ളപ്പോ നമുക്കെന്തിനാ പ്രത്യേകിച്ചൊരു സെക്യൂരിറ്റി? സ്വാമിജിയുടെ ചോദ്യം ന്യായമാണ്. പക്ഷേ ഇവിടെ പ്രകൃതിക്കുള്ള സൗന്ദര്യം ഇവിടുത്തെ ജനങ്ങളുടെ സ്വഭാവത്തിനില്ല. ശരിയാണ് സ്വാമിജി. പുറത്ത് കാലെടുത്ത് കുത്തിയാ ബോംബ് പൊട്ടും. 4 പേർ കൂടിയാൽ കവലയിൽ കലാപമാ. കാലവിശേഷമായിരിക്കും. പക്ഷേ നമുക്ക് മരണഭയം ഇല്ലാത്തിടത്തോളം അകമ്പടിയിലും താല്പര്യമില്ല. ഐജിയുടെ നിർദ്ദേശമാണ് സ്വാമിജിക്ക് പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന്. വളരെ നന്ദി. ഹോം മിനിസ്റ്ററും IG-യും നിങ്ങളുമൊക്കെ നമ്മോട് കാണിക്കുന്ന സ്നേഹാദരങ്ങൾ വിലപ്പെട്ടതാണ്. പക്ഷേ സേവനത്തിനിറങ്ങിയിരിക്കുന്ന നാം ഇടം വലം പോലീസുമായി നടന്നാൽ ജനങ്ങൾ പുച്ഛിക്കും. ദയവ് ചെയ്ത് നിങ്ങൾ മടങ്ങിപ്പോകൂ. ശരി സ്വാമിജി. ഗോഡ് ബ്ലസ് യു. ഏതായാലും സ്വാമിജി കാരണം താൻ ഡ്യൂട്ടിയിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. അതിന് സ്വാമിജിയോട് നന്ദി പറയണം. അസംബ്ലിയിൽ മറുപടി പറയേണ്ട ഒരു എൻക്വയറി റിപ്പോർട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് 2-3 ദിവസമായി. അതൊന്ന് നോക്കാൻ സമയം കിട്ടി. ഓ, തന്റെ ഒരു പങ്ക്ച്വാലിറ്റി. ഇങ്ങനെ ഒന്നും സർക്കാരിനെ സേവിക്കേണ്ട കാര്യമില്ലടോ. സാറിന് അത് പറയാം. ലൈഫിൽ നിങ്ങൾക്കുള്ള ഫ്രീഡം വല്ലതും ഞങ്ങൾക്കുണ്ടോ? അഡ്വക്കേറ്റ് വിശ്വനാഥൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ആരാ? വാദിയെ പ്രതിയാക്കുന്ന ബുദ്ധിരാക്ഷസൻ. തോന്നുമ്പോ കോടതിയിൽ വരാം, പോവാം. താൻ എന്തറിഞ്ഞു? സ്വാമിജി സ്ഥലത്തുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കോടതിയും വീടും എല്ലാം ഈ ആശ്രമമാണ്. അതുപോട്ടെ, ഈവനിങ്ങിൽ താൻ ക്ലബിൽ വരൂ. അയ്യോ സോറി സർ. തനിക്കെന്താടോ ഈയിടെയായിട്ടൊരു മാറ്റം? വല്ലപ്പോഴും അല്ലേ ഒന്ന് കൂടാൻ സമയം കിട്ടുന്നത്? ക്ഷമിക്കണം സർ, കുറച്ച് ദിവസമായിട്ട് പാർട്ടിയും എൻജോയ്മെന്റും ഒന്നും എനിക്കില്ല. അതെന്താ? താൻ സ്വാമിജിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് സന്യസിക്കാൻ പോവുകയാണോ? സാറിന് അറിയില്ലേ എന്റെ സിസ്റ്റർ നന്ദിനിയുടെ ലൈഫിനെ പറ്റി? വാട്ട് ഹാപ്പൻ? അടുത്ത കാലത്ത് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു കായിക മത്സരം നടന്നത് സാറിന് അറിയില്ലേ? യെസ് ഐ നോ. നന്ദിനിക്കും അതിൽ സെലക്ഷൻ കിട്ടി. ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോയതാണ്. ഒരു ദിവസം അവിടെ വെച്ച് അവൾ തലചുറ്റി വീണു. അതിനുശേഷം പിന്നെ സംസാരിച്ചിട്ടില്ല. ഐ സി. ഇപ്പോ സൈക്യാട്രിസ്റ്റ് നരേന്ദ്രന്റെ ട്രീറ്റ്മെന്റിലാണ്. സോറി, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. താൻ സമയം കിട്ടുമ്പോൾ നന്ദിനിയെ കൊണ്ടുവന്ന് സ്വാമിജി ഒന്ന് കാണിക്കും. ഞാനും അതേക്കുറിച്ച് ആലോചിക്കാതിരുന്നില്ല സർ. സാർ ഇപ്പൊ വീട്ടിലേക്കാണോ? അതെ. എങ്കിൽ എന്റെ വീട്ടിലൊന്ന് കയറിയിട്ട് ഞാൻ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, വരൂ സർ. ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ കൃഷ്ണ. എന്തായി കാണിക്കുന്നത്? ശയന പ്രദർശനം നടത്തുന്നത് ഇവിടെയാണോ? ഗായത്രി കുഞ്ഞെ, ഇത് ശയന പ്രദക്ഷിണമൊന്നുമല്ല. പിന്നെ ഇതാണ് ഇലക്ട്രോണിക് കയണി. എന്നുവെച്ചാ? കുഞ്ഞു പറഞ്ഞില്ലേ തുണി മുഴുവൻ അരമണിക്കൂറിനകം ഇസ്തിരി ഇടണമെന്ന്. നോക്കിയപ്പോ കരണ്ടില്ല. പിന്നെ ഇതേ ഒരു മാർഗമുള്ളൂ. ദേ ഇത് കണ്ടോ, ഇനി കരിമ്പടം മാത്രമേ ഇസ്തിരി ഇടാനുള്ളൂ. എങ്ങനെയുണ്ട് എന്റെ കണ്ടുപിടുത്തം? കൊള്ളാം. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാ. എന്താ ഇത്ര താമസിച്ചത്? ഒന്നും പറയണ്ട. ഇന്നാ സ്വാമിജി വന്ന ദിവസമായതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. ഒരു ഗസ്റ്റ് ഉണ്ട്. ആരാ? ഞാൻ തന്നെ. സാറ് ഞങ്ങൾക്ക് ഗസ്റ്റ് ആണോ? എന്തൊക്കെയുണ്ട് സാർ വിശേഷങ്ങൾ? എനിക്ക് എന്ത് വിശേഷം? ഒറ്റത്തടി. ഒരു ലിഫ്റ്റ് കിട്ടി, ഇങ്ങോട്ട് പോന്നു. സാറ് ഊണ് കഴിച്ചോ? എവിടെ? സ്വാമിജി വന്നതുകൊണ്ട് ഇന്നു മുതല് ആശ്രമത്തിലെ തുളസിയിലെ തീർത്ഥവും നിവേദ്യച്ചോറുമാണ് ഭക്ഷണം.
ഇവിടെ നല്ല കരിമീനൊക്കെ ഉണ്ട്, ഉണ്ടിട്ട് പോയാ മതി. നീ വേഗം ചെന്ന് ചോറ് വിളമ്പ്. ആ. സർവ സാർ ഇത് കണ്ടോ? എന്റെ പെങ്ങളുടെ റൂമാണ്. നന്ദിനിയുടെ വളർച്ചയുടെ കഥ പറയുന്ന സമ്മാനങ്ങളാണ് സാർ ഇതൊക്കെ. വളർച്ചയും വീഴ്ചയും പെട്ടെന്നായി പോയല്ലോ. അതെ സാർ, എനിക്ക് ഒരുപാട് പ്രതീക്ഷകളായിരുന്നു അവളെക്കുറിച്ച്. അഭിമാനമായിരുന്നു. നരേന്ദ്രന്റെ ട്രീറ്റ്മെന്റിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടോ? ഒന്നും പറയാറായിട്ടില്ല സാർ. മാസങ്ങൾ ഇപ്പൊ 3-4 കഴിഞ്ഞു. ബാലേട്ടാ, ഇത് കണ്ടോ? എന്തൊരു അസംബന്ധമാണ് ഈ കാണിച്ചിരിക്കുന്നത്? എന്താണ്? ഏതോ പത്രക്കാരൻ അവിടെ ചെന്ന് നന്ദിനെ ഇന്റർവ്യൂ ചെയ്തിരിക്കുന്നു. ഫോട്ടോകളും കൊടുത്തിട്ടുണ്ട്. ഒരു ഇന്റർവ്യൂ നടന്നതിന് ഗായത്രി ഇത്രയ്ക്ക് ക്ഷോഭിക്കുന്ന എന്തിന്? നന്ദിനി സ്പോർട്സ് രംഗത്ത് അറിയപ്പെടുന്ന ഒരു താരമല്ലേ? സ്പോർട്സും കുന്തും ഒക്കെ അങ്ങ് പോകും സാർ. അവള് പ്രായമായ ഒരു പെൺകുട്ടിയാ. മനോരോഗിയാണെന്ന് 4 പേരറിഞ്ഞ അവളുടെ ഫ്യൂച്ചർ എന്താവും? ഐ എം സോറി, ഞാൻ അത്രയ്ക്ക് ചിന്തിച്ചില്ല. ട്രീറ്റ്മെന്റിന്റെ കാര്യമൊക്കെ വളരെ സീക്രട്ട് ആയിരിക്കണമെന്ന് ഞാൻ ഡോക്ടർ നരേന്ദ്രന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിരുന്നതാണ്. അയാൾക്ക് അല്പമെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ ഇന്റർവ്യൂ ചെയ്യാൻ അനുവദിക്കോ? ലൈഫ് തകരുന്ന കാര്യമാ. നോൺസെൻസ്. എന്നെ വിളിച്ചോ? അവന്റെ ഒരു ഇന്റർവ്യൂ. ഹലോ ഞാൻ ബാലേന്ദ്രൻ. ഡോക്ടർ, DSP മിസ്റ്റർ ബാലചന്ദ്രന്റെ ഫോണാണ്. ഓ ഹലോ. നിങ്ങളോട് പ്രത്യേകം പറഞ്ഞിരുന്നതല്ലേ ആരെയും നന്ദിനിയെ കാണാൻ അനുവദിക്കരുതെന്ന്? അത് ഞാൻ അറിയാതെ ഏതോ പത്രക്കാരെ ഇന്റർവ്യൂ ചെയ്താണ് സാർ. ഏത് ഇടോ മേലിൽ പത്രക്കാരല്ല വേറെ ആരായിരുന്നാലും നന്ദിനിയെ കാണാൻ അനുവദിക്കണ്ട. ഇനി ആരെയും കടത്തിവിടാതെ നോക്കാം. ആ സിസ്റ്റർ, ആ അറ്റൻഡർ ഇങ്ങനെ വരാൻ പറയും. ശരി സർ. വരണം പത്ര റിപ്പോർട്ടർ സുല്ലു സാർ. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്നെയോ? ആ, നല്ല പാർട്ടിയൊക്കെ ഉണ്ട്. ഹോസ്പിറ്റലോ അതോ ലാഡ്ജോ? ഇന്റർവ്യൂ ചെയ്യാൻ. അത് ശരി. വന്നട്ടെ സുലു സാറേ, വന്നട്ടെ. ദാ, ഇവരൊക്കെ സുലുവിന് പറ്റിയ ആൾക്കാരാ. വളരെ മനോഹരമായിട്ട് ഇന്റർവ്യൂ ചെയ്യും. അതെയോ? ആ, വളരെ താങ്ക് യു. അപ്പോ ഇന്റർവ്യൂ തുടങ്ങാല്ലേ? സാർ ഇവിടെ വന്നിട്ട് എത്ര കൊല്ലായി? ഹാസൻ ഹാസൻ ഹാസൻ. ഞാൻ പറഞ്ഞുതരാം. സാറിന്റെ പേരെന്താണ്? ചെറിയാൻ. ചൊറിയാനടാ? അതെ. ചൊറിയൻ. ഞാൻ നിങ്ങളെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഒരു ബട്ടണോ ബട്ടണോ? സാറിനോട് തനിയെ ഒരു ചോദ്യം, വിവാഹം കഴിച്ചിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് സർ. ഞാൻ വിജയരംഗനാ. അതെ, ചോദ്യം ചെയ്തു. ആളൊരു പാവത്താനാ. ശരി സർ. തങ്കപ്പാൻ, അയാളെ ഇങ്ങ് ഇറക്കി കൊണ്ടുവരും. സുലു എന്ന സുലോചനൻ അല്ലേ? അതെ സാർ. ഭ്രാന്തന്മാരെ ഇന്റർവ്യൂ ചെയ്യുന്നത് തന്റെ ഹോബിയാണോ? അല്ല സാർ, സത്യം അറിയാതെയാണ് ഇവരെന്നെ പിടിച്ചുകൊണ്ട് വന്നത്. നന്ദിനിയെ കാണാൻ വേണ്ടി മാത്രമേ ഞാൻ അവിടെ പോയിക്കൊണ്ടിരുന്നു. ആ കുട്ടിയെ തനിക്ക് എങ്ങനെ പരിചയം? ഞാൻ സ്പോർട്സ് കൗൺസിലിലെ റിപ്പോർട്ടറായിരുന്നു. നന്ദിനി എനിക്ക് സ്വന്തം പെങ്ങളെ പോളയാം. ഏതായാലും നന്ദിനി നിർബന്ധിച്ചതുകൊണ്ടാ തന്നെ വിട്ടയക്കാൻ DSP അദ്ദേഹം ഫോൺ ചെയ്തത്. വളരെ നന്ദി.